ധർമ്മേന്ദ്ര പ്രധാനെ തെറിപ്പിച്ച ജന്തർ മന്ദറിലെ പിള്ളേര് കേന്ദ്രമൊടുക്കം മുട്ടുമടക്കിയിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ചോർച്ചയെ ചൊല്ലിയും വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെയും രാജ്യത്തുടനീളം അലയടിച്ച വൻ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ വഴങ്ങി കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷത്തിന്റെയും കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള യുവജന കൂട്ടായ്മയുടെയും ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പദവി രാജിവെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച രാജിക്കത്ത് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പുറത്തുവിടുകയായിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിലും മറ്റ് കേന്ദ്രങ്ങളിലും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തിയും രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാനുമാണ് താൻ രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലയളവിൽ പൊതുജന പ്രതിഷേധത്തെയും യുവജന പ്രക്ഷോഭത്തെയും തുടർന്ന് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ടി വരുന്ന ആദ്യ സംഭവമാണിത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ദില്ലി ജന്തർ മന്ദറിൽ തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളും തമ്മിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ മറ്റ് ആവശ്യങ്ങളിൽ അനുകൂല നിലപാടുണ്ടായെങ്കിലും കേന്ദ്രമന്ത്രിയുടെ രാജി എന്ന ഉപാധിയിൽ സർക്കാർ മൗനം പാലിച്ചിരുന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയാതെ യാതൊരുവിധ തുടർ ചർച്ചയ്ക്കുമില്ലെന്ന് കേന്ദ്രത്തോട് കടുപ്പിച്ച് പറഞ്ഞ CJP ശനിയാഴ്ച നടക്കേണ്ട മൂന്നാം വട്ട ചർച്ചയ്ക്ക് തൊട്ടു മുൻപ് നിലപാട് കൂടുതൽ കടുപ്പിച്ചിരുന്നു. ഇതോടെ പ്രക്ഷോഭം കൂടുതൽ വിപുലമാകുന്നത് തടയാൻ കേന്ദ്ര ഭരണകൂടം മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങാൻ നിർബന്ധിതരാവുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ സമരക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും സർക്കാർ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ചെയ്തത്. മന്ത്രിയുടെ രാജി, പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കൽ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകൽ എന്നിവയായിരുന്നു പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യങ്ങൾ. വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ കേസ് ഒഴിവാക്കുന്നതിലും നഷ്ടപരിഹാര കാര്യത്തിലും ഏകദേശ ധാരണയായിരുന്നെങ്കിലും രാജിക്കാര്യത്തിൽ സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അന്തിമമായി കേന്ദ്രം വഴങ്ങിയതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമരാഗ്നിക്കാണ് താൽക്കാലിക ആശ്വാസമാകുന്നത്. രാജിവെച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ പങ്കുവച്ച സന്ദേശത്തിൽ രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളെയും വികാരങ്ങളെയും മാനിക്കുന്നുവെന്ന് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി നിയമക്കുരുക്കുകളിൽ പെടരുതെന്നും അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണമെന്നും അതിനാലാണ് രാജിവെക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു. പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾക്കും നന്ദി അറിയിച്ച അദ്ദേഹം ഭാരതാംബയെയും ഒഡീഷയിലെ ജനങ്ങളെയും തുടർന്ന് സേവിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച CJPയുടെ സമരം ഡൽഹി പോലീസിന്റെയും RAFന്റെയും ക്രൂരമായ മർദ്ദനമുറകളെ മറികടന്നാണ് ഈ ചരിത്ര വിജയത്തിലേക്ക് എത്തിയത്. വാർത്ത പുറത്തു വന്നതോടെ ജന്തർ മന്ദറിലും രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ വൻ വിജയാഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ഒടുക്കം നരേന്ദ്രമോദി സർക്കാർ 3 ടേമുകളായി ഭരിക്കുകയാണ് ഇന്ത്യയെ. ഇതിൽ ഏറ്റവും ആദ്യമായാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ അണിചേർന്നതോടുകൂടി ഏറ്റവും ഒടുക്കം കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്.